കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ കണ്ണൂർ സിറ്റി ശാഖാ സമ്മേളനം പ്രബോധന ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമായി. കേരളത്തിലെ ഏക മുസ്ലിം രാജഭരണത്തിന്റെ സിരാകേന്ദ്രമായിരുന്ന കണ്ണൂർ സിറ്റിയിൽ തൗഹീദിന്റെ സുന്ദര ശബ്ദത്തിന്റെ വിളംബരമായിരുന്നു നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ നടന്ന പ്രൗഢോജ്വലമായ ശാഖാ സമ്മേളനം. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നതിനായി നിർമ്മിക്കപ്പെട്ട 15-ൽ കൂടുതൽ ജാറങ്ങളും പൗരോഹിത്യത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസൃതമായി മതത്തെ വ്യാഖ്യാനിക്കുന്ന പുരോഹിതരുമടങ്ങുന്ന സമൂഹത്തിന് സമ്മേളനം നന്മയിലേക്കുള്ള വെളിച്ചമായി. മികവുറ്റ സംഘാടനവും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള സൗകര്യങ്ങളും വിസ്മയിപ്പിക്കുന്ന ജനപങ്കാളിത്തവും സമ്മേളനം ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. സമ്മേളനത്തിന്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ നമുക്ക് കാതോർക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ഈ മഹാസമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ടാതിഥികളും പ്രബോധക സംഘങ്ങളിലെ മെമ്പർമാരും കണ്ണൂർ സിറ്റിയിലും പരിസര പ്രദേശങ്ങളിലും അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യാൻ വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ
പ്രവർത്തകരായിട്ടുള്ള സഹോദരന്മാരെ, ഈ സമ്മേളനത്തിൽ നേരത്തെ തന്നെ പങ്കെടുക്കുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ ആധുനിക സംവിധാനമായ ബൈലക്സ് മെസ്സഞ്ചറിലൂടെയും അധുനാധുനമായ തത്തുല്യമായ മറ്റ് സംവിധാനങ്ങളിലൂടെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഹൃദയരായ സുഹൃത്തുക്കളെ, അഭ്യുദയകാംക്ഷികളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തെ അടുത്തറിയാൻ സൗഭാഗ്യം ലഭിക്കാതെ പോയ ഒരു വലിയ ആപത്താണ് മുജാഹിദ് പ്രസ്ഥാനമെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളേറെ ഇഷ്ടപ്പെടുന്ന പ്രിയങ്കരരായ സഹോദരന്മാരെ, ഒരുങ്ങുക ഒരു നല്ല നാളേക്ക് വേണ്ടി എന്ന വിഷയമാണ് ഈ മഹാസമ്മേളനത്തിൻ്റെ സമാപനത്തിൽ അതീവ ഗൗരവവും പ്രമാണനിബദ്ധവുമായി ഇവിടെ അവതരിപ്പിക്കേണ്ടത്. തുടക്കത്തിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഒരുങ്ങുക ഒരു നല്ല നാളേക്ക് വേണ്ടി എന്ന വിഷയം എല്ലാ ഓരോരുത്തരെയും ബാധിക്കുന്നതാണ്. എൻ്റെ പ്രസംഗത്തിൻ്റെ ഇൻഷാ അല്ലാഹ് സമാപനത്തിലെത്തുമ്പോൾ ഈ പ്രസംഗത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തെയും ആ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെയും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയി ഇതിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായി മറുഭാഗത്ത് നിൽക്കുന്ന സത്യമറിയാതെ പോയ വിഭാഗം ആളുകളെയും തബ്ലീഗ് ജമാഅത്ത്, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, സമസ്തയിലെ ഇരു വിഭാഗങ്ങൾ, അതല്ലാതെ മറ്റു പല കാരണങ്ങളാൽ മാറി നിൽക്കുന്ന വ്യത്യസ്ത ചിന്തകളുള്ള മുസ്ലിങ്ങൾ, ഇതര മത സമൂഹത്തിലെ സഹോദരങ്ങൾ, ഇവരെല്ലാവരും എൻ്റെ വിഷയത്തിൻ്റെ ഭാഗമായി വരും എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ശക്തമായി തന്നെ വാക്ക് തരുന്നു. സത്യത്തിന് നിലക്കാത്ത, ന്യായാന്യായങ്ങളില്ലാത്ത, പ്രമാണങ്ങളോട് യോജിക്കാത്ത ഒരു കാര്യവും ഇൻഷാ അല്ലാഹ് ഞാനിവിടെ സംസാരിക്കില്ല. വൈകാരികതകൾ തുളുമ്പി നിൽക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ശാന്തമായ ഉപദേശത്തിൻ്റെ സ്വഭാവങ്ങൾ ഉണ്ടാവാം. താക്കീതുകളുടെയും ശക്തമായ വസ്തുതാപരമായ വിമർശനങ്ങളുടെയും സ്നേഹത്തിൻ്റെ തലോടലുകളുടെയും സ്വാന്തനത്തിൻ്റെ വചനാമൃതങ്ങളുടെയും എല്ലാം പിൻബലമുണ്ടാകും ഇൻഷാ അല്ലാഹ് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ പോകുന്ന ഈ പ്രഭാഷണത്തിൽ. പരമകാരുണികനായ അള്ളാഹുവിനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ആകാശമേലാപ്പിൻ്റെ ചുവട്ടിൽ ഹരിതാപമായ ഭൂമിയുടെ ഉപരിതലത്തിൽ വളരെ മനോഹരമായി ഒരു പന്തലൊരുക്കി അതിൻ്റെ ചുവട്ടിലേക്ക് മഴ പെയ്താൽ കൊള്ളാതെ, സൂര്യൻ ഉദിച്ചാൽ അതിൻ്റെ ചൂടേൽക്കാതെ ശക്തമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനുകളുടെ സംവിധാനത്തിൽ യാതൊരു പ്രയാസവുമില്ലാതെ ഒരുപാട് സബ്ജക്റ്റുകൾ നിങ്ങൾ കേട്ടുകഴിയും. ആവർത്തനങ്ങൾ ഉണ്ടാവാം. പക്ഷേ അത്
ആവർത്തിക്കപ്പെട്ടു എന്ന് തോന്നാത്ത വിധത്തിൽ. ഞാനൊരു കാര്യം വളരെ തീർത്തു പറയും. ഒരു നല്ല നാളേക്ക് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ഒരു നല്ല രാജ്യത്തിൻ്റെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഒരുങ്ങുക എന്ന മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു നല്ല വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രൗഢമായ രൂപകൽപ്പനകളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കാറുണ്ട്. ഒരു ബാപ്പ വിളിച്ചിട്ട് മോനോട് പറയണം, മോനെ നിന്റെ നല്ല നാളെയുടെ ഭാവിക്ക് വേണ്ടിയാണ് ബാപ്പ ഈ പറയുന്നത്. നേതാക്കന്മാർ അനുയായികളോട് പറയാണ്, നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണിത് പറയുന്നത്. രാഷ്ട്രനായകന്മാർ പറയാണ്, നിങ്ങളുടെ നല്ല നാളേക്ക് വേണ്ടിയാണ്. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നതിനും ഒരു നല്ല നാളെ, നല്ല നല്ല സാമൂഹിക സംവിധാനങ്ങൾ, എല്ലാം നാളേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മനുഷ്യ സഹജമായ വികാരത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഒരുങ്ങുക ഒരു നല്ല നാളേക്ക് വേണ്ടി എന്ന ഈ വിഷയം ഞാൻ ചേർത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇഹലോകവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയല്ല ഇത്. മരണത്തിന് ശേഷം ആരംഭിക്കുന്ന, ഒരാൾക്കും നമ്മെ രക്ഷിക്കാനാവാത്ത, റെക്കമെൻഡേഷനുകൾ സ്വീകരിക്കപ്പെടാത്ത, പ്രായച്ചിത്തങ്ങൾ മേടിക്കപ്പെടാത്ത, ബാപ്പ മകനിൽ നിന്നും മകൻ ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്ന് മക്കളും മക്കളിൽ നിന്ന് മാതാവും ഓടിയകലുന്ന, ഏറ്റവും പ്രിയങ്കരനായ തൻ്റെ ആത്മമിത്രം ഓടിയകലെന്ന മരണാനന്തര ജീവിതത്തിലേക്ക് എന്തൊരുക്കി എന്ന ചോദ്യമാണ് ഈ വിഷയത്തിന്റെ ആപാദ ചൂട മേഖലകളിൽ മുഴങ്ങി നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സാധാരണയായി ജമാഅത്തെ ഇസ്ലാമി മുജാഹിദുകളെ പറ്റി പറയുമ്പോൾ സാദേ നല്ല ഉഷാറായിട്ടുണ്ട്, നല്ലോണം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന സ്വയം കക്ഷിത്വത്തിൽ ആവേശം കൊള്ളുന്ന ഒരു പ്രസംഗമല്ല ഇത്. സ്റ്റേജിലിരിക്കുന്നവരെ ഞാൻ പരാമർശിക്കും, പ്രസ്ഥാനത്തിന്റെ ആളുകളെ ഞാൻ പരാമർശിക്കും, തെറ്റുകളെ ശക്തമായി ചൂണ്ടിക്കാണിക്കും. പക്ഷപാതിത്വമില്ലാതെ എല്ലാ വിഭാഗങ്ങളുടെയും ന്യൂനതകളെ സ്നേഹനിർഭരമായ ഒരു പ്രബോധകന്റെ വശത്തു നിന്നുകൊണ്ട് ചൂണ്ടിക്കാണിക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹുവേ, ഇതിന് ഭൗതികമായ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും നിങ്ങളോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയുമാണ്. ഈ സദസ്സെന്ന് പിരിഞ്ഞു പോകുന്ന ഏതൊരാൾക്കും അയാൾ അറിയണം, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മടക്കമില്ലാത്ത എന്നാൽ നിതാന്തമായ ഒരു യാത്രയുണ്ട്. മരണാനന്തര ജീവിതത്തിലേക്കുള്ളൊരു യാത്ര, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു യാത്ര. ആ യാത്രക്കൊരുങ്ങുമ്പോൾ ഗൗരവമായി ചില കാര്യങ്ങൾ, ഇശാ നമസ്കാരത്തിന് ഇമാം ഓതിയ സൂറത്ത് ഹശറിലെ 18-19 വചനങ്ങളാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഖുർആനിക വചനങ്ങളുടെ, സഹിയായ ഹദീസുകളുടെ, സച്ചരിതരായ സലഫുകളുടെ സച്ചരിതങ്ങളുടെ, ആധികാരിക പ്രമാണ രേഖകളുടെ പിൻബലത്തോടെയാണ് ഇൻഷാ അല്ലാഹ് ഈ പ്രസംഗം മുന്നോട്ട് പോവുക. ഇത് പല ആളുകൾക്കും തോന്നും ഇത് ഞങ്ങളെ പറ്റിയാണ്. തീർച്ചയാണ്, സ്വാഭാവികമാണ്. ഓരോരുത്തരെ സംബന്ധിച്ച് പറയുമ്പോഴും ഇത് ഞങ്ങളെ പറ്റിയാണ് എന്ന തോന്നലുണ്ടാകുന്നത് നല്ലതാണ്. അതും തോന്നിയിട്ടില്ലെങ്കിൽ അവന് ഈമാനില്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെയും നിങ്ങളെയും എല്ലാം ഉൾപ്പെടെ മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം മുന്നിൽ കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയണം. ദീർഘമായി ഒരു സംസാരം ഇവിടെ ഇല്ല, ബ്രീഫായി ചുരുക്കി. എന്നാൽ ഈ പന്തലിന്റെ കവാടം കടന്ന് പുറത്തു പോകുമ്പോൾ ഇന്നലെ വരെ ഈ പന്തലിരിക്കുന്ന ഇന്ന് വരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും സുവ്യക്തമായ തെളിവുകൾ ലഭിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോവുക ഇൻഷാ അല്ലാഹ്. പല തെറ്റായ ധാരണകളെയും ഈ പന്തലിന്റെ ചുവട്ടിലെ മണ്ണോട് മണ്ണ് ചേർത്തുകൊണ്ടാണ്
അള്ളാഹുവിനെ പേടിക്കുന്ന നിങ്ങളിൽ പലർക്കും ഇവിടുന്ന് കടന്നു പോകാൻ സാധിക്കുക. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാം. ഓരോരുത്തർക്ക് കിട്ടിയ തെളിവിനടിസ്ഥാനത്തിൽ ആത്മാർത്ഥമായി തന്നെ മറ്റുള്ളവരെ അവൻ വിമർശിച്ചേക്കാം. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിഷയാവതരണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ആ വിളി നാഥന്റെതാണ്. സർവാധിനാഥനായ റബ്ബിന്റെ വിളിയാണ്, അള്ളാഹുവിന്റെ വിളിയാണ്. മനുഷ്യരെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണം, പടച്ച തമ്പുരാനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി. നാളെ എന്ന് പറയുന്നത് നാളെ തിങ്കളാഴ്ചക്ക് വേണ്ടി എന്നല്ല, മരണം, ആ മരണത്തിന് ശേഷമുള്ള ജീവിതം. മരണം ജീവിതത്തിന് വിരാമമായി വരികയും മോഹങ്ങളെ, ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ എല്ലാം ഈ ഭൂമുഖത്ത് വിട്ടേച്ച് ഖബറിലേക്ക് യാത്ര പോകുമ്പോ ഭാര്യ കൂട്ടിനില്ലാതെ ഭർത്താവ്, ഭർത്താവ് കൂട്ടിനില്ലാതെ ഭാര്യ, മാതാപിതാക്കളില്ലാതെ മക്കൾ, വിവാഹം കഴിച്ച് രണ്ടിന്റെ അന്നാണ് മുജാഹിദ് പ്രവർത്തകനായ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം മരിച്ചത്. എന്റെ പ്രിയപ്പെട്ട അയൽവാസിയും കൂട്ടുകാരനും കല്യാണം കഴിഞ്ഞ് മധുവിധു ആഘോഷിക്കാനാവാതെ രാത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മഞ്ഞപ്പീത്തം മൂത്ത് 2 ദിവസങ്ങൾ കൊണ്ട് മരിച്ച കഥ എന്റെ ഓർമ്മകളിൽ അവശേഷിക്കുന്നുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മാതാവിന് കാവല് നിൽക്കുന്ന മകൻ അറ്റാക്കായി മരിച്ച കഥയും നാം അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് വന്ന ഒരു ഫോൺ കോളിൽ ഗൾഫിൽ കഴിയുന്ന ഒരു സഹോദരൻ നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി എല്ലാ വിഭവങ്ങളും ഒരുക്കുന്നതിനിടയിൽ കട്ടിലിൽ കിടക്കുകയാണ്. ആളുകൾ വന്ന് നോക്കുമ്പോ കൈ കട്ടിലിന് താഴേക്ക് താന്ന് ബോധമില്ലാത്തവനെ പോലെ കിടക്കുകയാണ്. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. ഖുർആനിലെ 39-ാം അധ്യായം 42-ാമത്തെ വചനമാണ്. ആത്മാവിനെ അല്ലാഹു വീണ്ടെടുത്തു. മരിച്ചു കിടക്കുന്ന കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടതാണ്, അറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. നാളെ ഞാൻ നിങ്ങളും ഇതുപോലെ മരിച്ചു പോകേണ്ടവരാണ്. എന്തുണ്ട്? എന്റെയും നിങ്ങളുടെയും കൈകളിൽ എന്തുണ്ട്? പാപക്കറകൾ പുരണ്ട ജീവിതമല്ലാതെ, തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതമല്ലാതെ, സ്നേഹം നഷ്ടപ്പെട്ടു പോയ ഊശ്വര ഹൃദയം പേറിയതിന്റെ അനുഭവങ്ങളല്ലാതെ, അറിയാതെ പോയ ഇന്നലകളുടെ ചരിത്രം മറന്ന് ഇന്നിന്റെ പുതിയ ഓളങ്ങളിലും താളങ്ങളിലും വിട്ട് നാളെ ഒരു പുതിയ ലോകം വരാനുണ്ട് എന്നറിയാതെ കിട്ടിയ ജീവിതം മാർത്തും മട്ടഹസിച്ചും മദ്യത്തിനടിമപ്പെട്ടും മദിരാശിക്കടിമപ്പെട്ടും നഷ്ടപ്പെട്ടു പോയ യൗവനമല്ലാതെ, കണ്ണൂർ സിറ്റിയുടെ പരിസര പ്രദേശങ്ങളിൽ ആവേശം മൂത്ത് ദുരമൂത്ത് അഭിമാനദാഹികളെന്ന് സ്വയം കൊട്ടിഘോഷിച്ച് മസിൽ പവറിന്റെ പിൻബലത്തിൽ ഇന്ന് ജയിലിന്റെ വരാന്തകളിൽ, ഊടുവഴികളിൽ നഷ്ടപ്പെട്ടു പോയ യൗവനമല്ലാതെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിച്ചു തീർത്ത ഒരു ജീവിതം എവിടെ എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ബൈലക്സ് മെസഞ്ചറിലൂടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ, ഫ്ളാറ്റുകളിൽ, ശീതീകരിച്ച AC റൂമുകളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സെന്ററിന്റെ റൂമുകളിൽ മൊത്തത്തിലിരുന്ന് കാണുന്നവരോട് നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു മഹായൗവനം, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന ചോദ്യം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വത്തഖുല്ലാ. ഒരേ വചനത്തിൽ 2 സ്ഥലത്ത് അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞു വത്തഖുല്ലാ. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് വായു നൽകിയ, വെള്ളം നൽകിയ, നിങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പരിപാലിച്ച് പോറ്റി വളർത്തിയ കരുണാമയനായ വലാദിയാതി ലബഹാ ഫൽമൂരിയാതി ഖദഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖആ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. ഖുർആനിലെ 100-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. യജമാനൻ പുല്ലും വെള്ളം കൊടുത്തു എന്ന കാരണം കൊണ്ട് ആ യജമാനനെ ചുമന്ന് ഭൂമിയിലേക്ക്, യുദ്ധരണഭൂമിയിലേക്ക് ഓടുന്ന കുതിരയെ ഉദാഹരിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ പറഞ്ഞു, യൂണിവേഴ്സിറ്റിയുടെ വരാന്ത കണ്ടിട്ടില്ലാത്ത, LKG UKGയും പഠിച്ചിട്ടില്ലാത്ത, ആധുനിക ടെക്നോളജികളുടെ സംവിധാനത്തോടെ വൈജ്ഞാനിക മേഖലകളിൽ വിരാജിച്ചിട്ടില്ലാത്ത, അതുകൊണ്ട് തന്നെ ഹൃദയം വിജൃംഭിതമാകാത്ത കുതിരയെ ഉദാഹരിച്ചുകൊണ്ട് പടച്ചോൻ പറയാണ്, എടോ മനുഷ്യ, നിന്റെ കാര്യം
ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂത്. നിന്റെ കാര്യം അതല്ല, നീ നന്ദി കെട്ടവനാ, നീ നന്ദി കെട്ടവനാ, നീ അതിന് സാക്ഷിയാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, നീ അതിന് സാക്ഷ്യം വഹിക്കുന്നവനാ, നിന്റെ ജീവിതം അതിന് സാക്ഷിയാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പത്തിനോട് കഠിനമായ ഹുബ്, ഇഷ്ക്, മഹബ്ബത്ത്, അടങ്ങാത്ത സ്നേഹം, അഭിനിവേശം, ത്വര, മനുഷ്യ ജീവിതത്തിന്റെ ആർത്തിമൂത്ത ജീവിതത്തിന്റെ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടിയ പുതിയ തലമുറയോട് നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന ചോദ്യം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ. നിന്റെ മുറി, നിന്റെ സ്വകാര്യ റൂം, നീ തുറന്ന നിന്റെ ഇന്റർനെറ്റ് കണക്ഷൻ, നിന്റെ കണ്ണുകൾ വിരാജിക്കുന്ന മേഖലകൾ, നിന്റെ കണ്ണുകൾ വിഹരിക്കുന്ന ഏരിയകൾ, പെണ്ണിന്റെ നഗ്നഭാവങ്ങളിൽ നിന്റെ കണ്ണുകൾ മിന്നിമറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നു എന്ന ബോധം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ചിന്താശേഷി നാളെ പരലോകത്ത് വിചാരണക്ക് വിധേയമാക്കപ്പെടും, നിന്റെ വിചാരണക്ക് വിധേയമാക്കപ്പെടും. സഹോദരങ്ങളെ, ഈ കാര്യം വളരെ ഗൗരവമായി 17:36 പറയണം. സഹോദരിമാരോട്, കാഴ്ചകൾ കാണുന്ന സഹോദരിമാരോട്, ചെത്തിപ്പൊളിച്ച് അടിച്ചുപൊളിച്ച് പർദ്ദയിൽ പോലും സൗന്ദര്യം ഒളിപ്പിച്ചു വെച്ച സഹോദരിമാരോട്, പർദ്ദ പോലും സൗന്ദര്യത്തിന്റെ ഭാഗമായി അണിയുന്നവരോട്, ആധുനിക അപായ പർദ്ദ നിങ്ങളെ നരകത്തിൽ അപായപ്പെടുത്തുമെന്ന ബോധത്തോടെ സ്ക്രീനിന്റെ മുമ്പിൽ, സീരിയലുടെ മുമ്പിൽ കണ്ണും നട്ടാർത്തി കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകളെ, പരിശുദ്ധ അല്ലാഹു നൽകിയ നിങ്ങളുടെ കണ്ണുകളെ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. പടച്ചോൻ ചോദിക്കും, ആമിന, ആയിഷ, സുബൈദ, എന്താ കണ്ടത്, എന്താ കണ്ടത്, എന്താ പറയാ? കണ്ണൂർ സിറ്റിയുടെ പരിസര പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് വീടുകൾ നമച്ചി മുട്ടയിട്ട പോലെ ഇരിക്കുന്നുണ്ടല്ലോ, ഒരുപാട് വീടുകൾ. ആ വീടിന്റെ അകത്തളങ്ങളിൽ ചാനലുകൾ വഴി വിളമ്പപ്പെടുന്ന ആധുനിക തോന്യാസങ്ങൾ, ഉടുതുണിയിരുന്ന സ്ത്രീകളുടെ നരനായാട്ടുകൾ, ആബാലവൃദ്ധ ജനങ്ങളുടെ ഐഡിയ സ്റ്റാർ സിംഗറുകൾ, അതിന്റെ മുമ്പിൽ കഴിച്ചുകൂട്ടിയ മനുഷ്യന്റെ യൗവനം, ഹോമിക്കപ്പെട്ടു പോയ മനുഷ്യന്റെ യൗവനം. അവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ മലയാളം ക്ലാസ് റൂമിൽ, നമ്മളുടെ സംവിധാനമായ ബൈലക്സ് ക്ലാസ് റൂമുകളിൽ, മലയാളം ക്ലാസ് റൂമിൽ നമ്മളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർ പല ആളുകളും ഒരേ സമയത്ത് എഡിറ്റ് ചെയ്യാതെ ഈ പ്രസംഗം കേൾക്കുന്നവർ, യൂട്യൂബിലൂടെ ഈ പ്രസംഗം ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നവർ, എല്ലാവരോടും, ഓരോ പേഴ്സണോട്, ഇവിടെ സ്റ്റേജിലിരിക്കുന്നവർ വേറെയല്ല, ഇവിടെ സദസ്സിലിരിക്കുന്നവർ വേറെയല്ല, ഇവിടെ ഈ പറയുന്ന ഞാൻ വേറെയല്ല. ഈ സദസ്സിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടാവാം, പോപ്പുലർ ഫണ്ടിന്റെ പ്രവർത്തകരുണ്ടാവാം, മങ്കട വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാകാം, അതുപോലെ തന്നെ മടമൂരികൾ ഉണ്ടാവാം, വ്യത്യസ്ത ചിന്തകളിലും ധാരകളിലുമുള്ളവരുണ്ടാവാം. എല്ലാവരോടും, അള്ളാഹുവിന്റെ അടിമകളോട്, അള്ളാഹുവിന്റെ വായു ശ്വസിച്ചവരോട്, അള്ളാഹുവിന്റെ വെള്ളം കുടിക്കുന്നവരോട്, അല്ലാഹു നൽകിയ കണ്ണുകൊണ്ട് കാണുന്നവരോട്, 59-18 നാളേക്ക് വേണ്ടി എന്താ സമ്പാദിച്ചത്? ആരോഗ്യം അല്ലാഹുവിന്റെ മാർഗത്ത് സമർപ്പിച്ചിട്ടുണ്ടോ? നാവ് അല്ലാഹുവിന്റെ മാർഗത്ത് സമർപ്പിച്ചിട്ടുണ്ടോ? വലിസാനം വശഫതൈൻ വഖൂലുല്ലതി ഹിയ അഹ്സൻ, നല്ല നിലക്ക് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിന്റെ ജീവിതത്തിൽ നിന്റെ മക്കളെ ഇസ്ലാമികമായി നിനക്ക് വളർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ മകൻ നിന്നോടൊപ്പം കൈപിടിച്ച് നമസ്കരിക്കാൻ വന്നിട്ടുണ്ടോ? നിന്റെ മകൾ നിന്നോടൊപ്പം പർദ്ദ ധരിച്ചിട്ടുണ്ടോ? ഉമ്മമാരെ, ഈ ചോദ്യം എല്ലാവർക്കും ഇന്നത്തെ കാലത്തുള്ള പൂതി എന്താ അറിയ നിങ്ങള്? മറ്റോന്റെ ഇറച്ചി ഇങ്ങനെ കൊച്ചു വലിക്കണ കേൾക്കാൻ, അത് ആസ്വദിക്കാൻ, അത് തിന്നാൻ, കിണ്ടല് കണക്കിന്. മനസ്സിലായോ? നല്ലതല്ല, നല്ലതല്ല. വിഷയം പറയാം, ശക്തമായി പറയാം, അഗാധമായി പറയാം, ഗൗരവമായി ഉപദേശിക്കാം. ഇഹ്മറത്തു ഐനാ വല സൗതുഹു വസ്തദ്ദ ഗളബഹു ഹത്താ കഅന്നഹു മുൻദിറു ജയ്ശിൻ. റസൂലുള്ളാഹിന്റെ അവസ്ഥ പറയാണ്. നബിയുടെ കണ്ണുകൾ ചുവക്കും, നബിയുടെ കോപമുയരും, നബി ഒരു സൈന്യത്തിന്റെ വരവിനെ താക്കീത് ചെയ്യുന്ന പോലെ
ഒരു കമാൻഡർ പോലെ റസൂലുള്ളാഹി സംസാരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ഈ പ്രസംഗത്തിൽ സുന്നത്തായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. കോപിക്കേണ്ടിടത്ത് കോപിക്കണം, ചിരിക്കേണ്ടിടത്ത് ചിരിക്കണം, ഉറക്കെ പറയേണ്ടിടത്ത് ഉറക്കെ പറയണം, ഗൗരവമായി പറയേണ്ടിടത്ത് ഗൗരവമായി പറയണം. എന്നാലേ സമൂഹം നന്നാവൂ. സമൂഹം നന്നാകലല്ലേ നമ്മുടെയൊക്കെ ലക്ഷ്യം അല്ലേ? അപ്പോ എന്നിട്ട് അല്ലാഹു പറയാണ്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ അൻസാഉം ഫഅൻഫുസഹും. നിങ്ങളാവരുത്, ആരെ പോലെയാവരുത്? അല്ലാഹനെ മറന്ന ഒരു വിഭാഗത്തെ പോലെ നിങ്ങളാകരുത്. അല്ലാഹനെ മറന്ന ഒരു വിഭാഗത്തെ പോലെ നിങ്ങളാകരുത്. അല്ലാഹുവിനെ മറന്നു കളഞ്ഞൊരു വിഭാഗത്തെ പോലെ നിങ്ങളാകരുത്. മാത്രവുമല്ല ഫഅൻഫുസഹും, നോക്കൂ, ഫഅൻസാഹും അൻഫുസഹും. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ ഓർമ്മയില്ലാതാവും. അല്ലാഹനെ മറന്നാൽ എന്താ ഉണ്ടാവുക? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മറന്നു പോകും. അക്കൂട്ടരെ പോലെ നിങ്ങൾ ആവരുത്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് ദുർമാർഗികൾ. ഒന്ന് പറഞ്ഞു നോക്കിയേ, നാളേക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി, മഹ്ശറയ്ക്ക് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്താ ഒരുക്കിയത്? സഹാബത്തൊക്കെ അങ്ങനെ ആലോചിച്ചു വരാം, സഹാബത്തൊക്കെ അങ്ങനെ ചിന്തിച്ചു വരാം. നമുക്ക് എന്താ ഉള്ളത്? ഓരോരുത്തരെ ആലോചിച്ചേ. ഖളാ ഇല്ലാതെ എത്ര നിസ്കരിച്ചു, ജമാഅത്ത് നഷ്ടപ്പെട്ട എത്ര നിസ്കാരങ്ങൾ, നോമ്പുകൾ എത്ര നഷ്ടപ്പെട്ടു, ദിക്റുകൾ എത്ര നഷ്ടപ്പെട്ടു, ദാനധർമ്മങ്ങൾ എത്ര നഷ്ടപ്പെട്ടു. മൊബൈൽ ഫോൺ വന്നപ്പോ എന്താ ഉണ്ടായതെന്നറിയോ? ഫർളിന് ശേഷമുള്ള സുന്നത്തില്ലാണ്ടായി. മനസ്സിലായില്ല? ഫർളിന് ശേഷമുള്ള സുന്നത്തില്ലാണ്ടായി, ഫർളിന് ശേഷമുള്ള ദിക്ർ ഇല്ലാണ്ടായി. എന്താ കാരണം? സൈലന്റ് ഓപ്ഷനിൽ മൊബൈൽ മുന്നിൽ വെക്കും നിസ്കരിക്കുന്നതിന്റെ സൈലന്റ് ഓപ്ഷനിൽ. അപ്പൊ മൊബൈൽ നിരന്തരമായൊരു കോള് കണ്ണുണ്ടെങ്കിൽ സൈലന്റിൽ വർക്ക് ചെയ്യണം. ഇത് കാണുമ്പോ എന്റെ മനസ്സിൽ ഫാത്തിയൊക്കെ കഴിഞ്ഞ് സൂറത്ത് ബക്കറ ഓതണം വിചാരിച്ച കുലിയായിയുൽ കാഫിറൂൻ ഒതുക്കി സലാം വീട്ടിയ ഉടനെ തന്നെ സാധാരണ പറയല വസ്തഗ്ഫിറുല്ലാഹ് അലോ ആരാണ് കേട്ടോ? മനസ്സിലായോ? സുന്നത്ത് നിസ്കാരം പോയി. കാരണം ഫോൺ എടുത്ത് നേരെ റോട്ടിലേക്ക്, ഒന്നും ചിന്തിച്ചില്ല, നടന്നിട്ട് ഓവുചാല ചളിവെള്ളത്തിലേക്ക് കുളു. പള്ളിയിൽ നിന്ന് ഇറങ്ങി ആവേശം മൂത്ത വിളിച്ചത് കാമുകിയ. നിസ്കാരക്കാരനെ വിളിച്ചത് ആരാണ്? കാമുകിയം. വീണത് ചളിക്കുണ്ടിലാണ്. മനസ്സിലായോ? മനസ്സിലായോ? ഓടാണ്. ദിക്റില്ല, ദ്വയല്ല, ഒന്നുമില്ല. ആകെ ഉള്ളത് എന്താ അറിയോ? ആരെ കണ്ടാലും പറയും ദ്വരക്കണേന്ന്. കേൾക്കുന്നോ വിചാരിക്കുന്ന അറിയോ? ത്വരക്കണേ ത്വരക്കണേ. ഇത് ദുആ ഇരക്കണേ എന്ന് പറഞ്ഞാൽ ദ്വരക്കണേ ദ്വരക്കണേ. മറ്റോ കേട്ടാ അറിയോ? ത്വരക്കണേ ത്വരക്കണേ. ആകെ അമലൊന്നും ചെയ്യൂല, പ്രവർത്തികളൊന്നുമില്ല. ദ്വേർക്കണേ ദ്വേർക്കണേ എന്ന് അങ്ങനെ പറഞ്ഞ ദുആ ഇരക്കാൻ ആരോട്? അല്ലാഹനോട്. അതിന് അർഹത ഉണ്ടാവണം. ആ പ്രാർത്ഥിച്ചിട്ട് പടച്ചോൻ സ്വീകരിക്കണമെങ്കിൽ അർഹത ഉണ്ടാവണം. അർഹത ഇല്ല ഞാൻ ഉണ്ടാവില്ല. ആകാശത്തിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? വമൽബസഹു ഹറാം, അവന്റെ വസ്ത്രം ഹറാമാണ്, അവന്റെ പാർപ്പിടം ഹറാമാണ്, അവന്റെ ഭക്ഷണം ഹറാമാണ്. ഹറാമിലാണ് അവനെ ഊട്ടപ്പെട്ടത്. അവന്റെ ബ്ലഡ് പോലും ഹറാമാണ്, അവന്റെ ശ്വാസവായു പോലും ഹറാമാണ്, അവന്റെ ശ്വസന പ്രക്രിയ പോലും ഹറാമിൽ അധിഷ്ഠിതമാണ്. പിന്നെ എങ്ങനെയാ അവന് കിട്ടുക? പിന്നെ എങ്ങനെയാ അവന് കിട്ടുക? പിന്നെ എങ്ങനെയാ അള്ളാഹ് അവന്റെ സ്വീകരിക്കുക? അതാ അള്ളാഹ് ചോദിച്ചാ, റസൂല് ചോദിച്ചതാ. പിന്നെ എങ്ങനെയാ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുക? ആ പ്രാർത്ഥിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ പൊക്കിയ ഡ്രസ്സില്ലേ, ആരാന്റതാ? ആരാന്റതാ എന്ന് പറഞ്ഞാൽ ആരാന്റെ ഹറാമ് സമ്പാദിച്ചതാ. മനസ്സിലായോ? ഇല്ല. അതുകൊണ്ട് നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു? ഓരോരുത്തരും നട്ടോട്ടല്ലേ? കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ. യുവാക്കളൊക്കെ ആലോചിച്ചൊക്കെ, അല്ലാഹ് തന്ന നല്ല ശരീരം, മസിൽ ഉണ്ടാക്കുകയാണ് അല്ലേ? വെയിറ്റ് നോക്കുകയാണല്ലേ? ഇപ്പൊ കുറെ യന്ത്രങ്ങളുണ്ട്, അതിലൊക്കെ കട്ട പിടിച്ചു നോക്കുകയാണ്. എന്തിനാ മോനെ ഇത്? നിസ്കരിക്കാത്ത, സുജൂദ് ചെയ്യാത്ത, റുക്കൂ പോകാത്ത എന്റെ കട്ട പിടിച്ച മസിൽ എന്തിനാ? എന്തിനാ? മാത്രമല്ല, ഹക്കിന് വേണ്ടി ഉപയോഗിക്കാത്ത ഈ ഒരു ശരീരം, ഹറാമിൽ അധിഷ്ഠിതമായ ഒരു ശരീരം, കൊട്ടേഷൻ പാർട്ടിക്കാർക്ക് വേണ്ടി പണയപ്പെടുത്തിയ ശരീരം, മയക്കുമരുന്ന് അടിമപ്പെട്ടു പോയ നിന്റെ ശരീരം എന്തിനാ? അല്ലാഹ് തന്ന ആരോഗ്യം അല്ലാഹ് പറഞ്ഞ പോലെ ചെലവാകണ്ടേ? അല്ലാഹ് തന്ന ആരോഗ്യം അല്ലാഹ് പറഞ്ഞ പോലെ ചെലവഴിക്കണ്ടേ? വേണ്ടേ? അതില്ല, അതില്ല. അതിന്റെ ദുരന്തം. അതുകൊണ്ട് എല്ലാരും ചില കാര്യങ്ങൾ ഇന്ന് ഗൗരവമായി ആലോചിക്കണം. വിശ്വാസരംഗം, കർമ്മരംഗം, ആചാരരംഗം,
അനുഷ്ഠാന രംഗം, ചിന്താരംഗം, ഇതര പ്രസ്ഥാനങ്ങൾ, ജാതിമത സമൂഹ ചിന്തകൾ, ഇതെല്ലാം നമ്മളിന്ന് പരിശോധിക്കുക. ചില കാര്യങ്ങൾ ഒരു നല്ല നാളേക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ വേണ്ടത് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ വാചകം പറഞ്ഞിട്ട് പറയാണ് എന്ത്? ലാ യസ്തവിൽ അഹ്സാൻ. നോക്കൂ, നരകവും സ്വർഗവും, നരകാവകാശികളും സ്വർഗാവകാശികളും എന്താവൂല? സമാവൂല. അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന, സ്വർഗാവകാശികളും നരകാവകാശികളും സമമാവുകയില്ല. മാത്രമല്ല അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗാവകാശികളാണ് വിജയിച്ചവർ. ആദ്യമായിട്ട് അല്ലാഹു പറഞ്ഞ എന്താ? നാളേക്ക് വേണ്ടി നിങ്ങളൊന്ന് സമ്പാദിച്ചു. അല്ലാഹനെ മറന്നു പോകുന്നവർ നിങ്ങളാകരുത്. അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു കളഞ്ഞവരെ പോലെ ആവരുത്. നരകവും സ്വർഗവും സമമല്ല. സ്വർഗത്തിന് വേണ്ടിയാണ് നിങ്ങൾ പണിയെടുക്കേണ്ടത്. ഈ കാര്യം ഒന്നുകൂടെ അരക്കെട്ടുറപ്പിച്ച് പറയാണ് ഖുർആൻ. അടുത്ത വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 185-ാമത്തെ വചനം. അവിടെ പറയുന്നത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും. എല്ലാ നഫ്സും. എന്നിട്ട് വൈനമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് അവന്റെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം നൽകപ്പെടുക. ലോകം അവസാനിക്കും. മഹ്ശറയിലവൻ വരുമ്പോ ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ. ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. സൂറത്ത് യാസീനിലെ 52-ാമത്തെ വചനമാണ്. ഖബറുകൾ ഇളക്കി മറിക്കപ്പെട്ട് മനുഷ്യരിങ്ങനെ നാട്ടക്കുറിയിലേക്ക് ഓടുന്ന പോലെ പടച്ച തമ്പുരാനിലേക്ക് ഓടുന്ന ദിവസം. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? അങ്ങനെ ഖബറിന്ന് എഴുന്നേറ്റ് മനുഷ്യർ പടച്ചോന്റെ സന്നിധി ചെല്ലൂലേ, അവിടെ രക്ഷപ്പെടുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അവിടേക്ക് ആവശ്യമായ അമൽ, അവിടേക്ക് ആവശ്യമായ വിശ്വാസം. ഇനിയോ അല്ലാഹു പറയാണ് ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ അതാ വിജയം. എന്താ പറഞ്ഞത് സഹോദരിമാരെ? എന്താ പറഞ്ഞത് മോനെ? എന്താ മോനെ പറഞ്ഞത്? അല്ല എന്താ മോനെ പറഞ്ഞത്? ഖുർആനിലെ 3-ാം അധ്യായം 185-ൽ അല്ല എന്താ മോനെ പറഞ്ഞത്? നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ ഫഖദ് ഫാസ്, അവൻ ജയിച്ചു, അവൻ ജയിച്ചു. ദുനിയാവ് മതാഉൽ ഉറൂറാണ്, വഞ്ചിക്കപ്പെടുന്ന വിഭവമാണ്. ഈ ദുനിയാവ് എന്താണ്? വഞ്ചിക്കപ്പെടുന്ന വിഭവമാണ്. 60-70 കൊല്ലമുള്ള ഒരു ജീവിതം കഴിഞ്ഞില്ലേ? അറ്റാക്കായ കഴിഞ്ഞില്ലേ? അപകടം ഉണ്ടായ കഴിഞ്ഞില്ലേ? ഇല്ലേ? കഴിഞ്ഞ മലപ്പുറം ജില്ലയിലെ കക്കാടിന്റെയും കോട്ടക്കലിന്റെയും ഇടയിൽ ഒരു വയസ്സായൊരു മനുഷ്യൻ കാറിൽ ഒരാൾ ഡ്രൈവ് ചെയ്യുന്നു. അയാൾ കാറിന്റെ പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്നതിന് ഠും എന്നൊരു മരം ആ സെന്ററിലേക്കാണ് അയാൾ അപ്പകലേപ്പി. അല്ലേ? ആലോചിച്ചേ, KSRTCയുടെ ആ കോർണറിൽ ഒരു മാരുതി ഠും, രണ്ടാളുകൾ സെക്കൻഡ് കൊണ്ട്. ഇതൊക്കെ ഒരേ ദിവസം നടന്ന 1-2 ദിവസങ്ങൾക്കുള്ളിൽ എത്ര അപകടങ്ങളാണ്? 600 ചില്ലാനം അപകടങ്ങളാണ് 2 മാസം കൊണ്ട് ആക്സിഡന്റിൽ മാത്രം കേരളത്തിൽ കഴിഞ്ഞ മാസം വരെ, മെയ്യുടെ തൊട്ട് മുമ്പ് വരെ, ഏപ്രിൽ വരെ നടന്നു. എത്ര അപകടങ്ങൾ! മരണത്തെ എല്ലാവരും കാണും, മരിച്ചു പോകുന്ന എല്ലാവർക്കും അറിയാം. നാളെ എന്താ സംഭവിക്കുക ആർക്കും പറയാനാവില്ലല്ലോ. ഇവിടെ നാളെ എവിടെ വെച്ച് മരിക്കും പറയാനാവില്ല. ബാംഗ്ലൂര് തന്റെ റൂമിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. കസേരയിട്ട് മേശപ്പുറത്തേക്ക് കാലിങ്ങനെ ക്രോസുള്ള വെച്ച് ചാനൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് സൈലന്റ് അറ്റാക്ക്, മരിച്ചു. 2 ദിവസമായിട്ട് വിളിച്ചിട്ട് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കണില്ല. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കണില്ല. അപ്പൊ ഓഫീസിലുള്ള ആളുകൾ വിളിച്ചു. ഇവിടെ വന്നിട്ട് 2 ദിവസമായി. അങ്ങനെ താമസിക്കുന്ന റൂമിൽ, ഫ്ലാറ്റിൽ ചെന്നിട്ട് ജനാലയുടെ ഉള്ളിലൂടെ നോക്കുമ്പോ ചാനൽ ഇങ്ങനെ വർക്ക് ചെയ്യാം. 2 കാലും ഇങ്ങനെ ക്രോസിൽ വെച്ചിട്ടുണ്ട്. ആ കസേരയിൽ അങ്ങനെ ചാരിയിരിക്കാൻ. മരിച്ചിട്ട് 2 ദിവസമായി. പാനൂരല്ലേ സിനിമാ തിയേറ്ററിൽ നിന്ന് മുസ്ലിം മരിച്ചത്? ബാൽക്കണിയിലിരുന്ന് സ്ക്രീനിലേക്ക് നോക്കി. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 102-ാമത്തെ വചനം.
നിങ്ങൾ മരിച്ചു പോകരുത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ. രാജാധികാരം നൽകി, സ്വപ്ന വ്യാഖ്യാനം നൽകി യൂസുഫ് നബിക്ക്. യൂസുഫ് നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചെന്താ? അൻത വലിയ്യി ഫിദ്ദുനിയ വല്ലാഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എന്റെ രക്ഷാധികാരി. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിച്ച് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഖുർആനിലെ 12-ാം അധ്യായം 101-ാമത്തെ വചന, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ്ദുനിയ വല്ലാഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലേ? എല്ലാരോടും അല്ലാഹ് പറഞ്ഞ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് പറഞ്ഞാല് ആമിനാന്നും ആയിഷാന്നും അബ്ദുൽ ഖാദർ എന്നും അബ്ദുൽ ജബ്ബാർ എന്നൊക്കെ പേരുണ്ടായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്നാ. കുഞ്ഞിരാമൻ എന്നുള്ള പേരിൽ ഈ മരിക്കരുത്, യശോദ എന്നുള്ള പേരിൽ നീ മരിക്കരുത് എന്നാ പറഞ്ഞ്. അല്ല, മരിക്കുമ്പോ മുസ്ലിമിന്റെ ക്വാളിറ്റിയോട് കൂടി അല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ മയന എന്താ? എപ്പം മലക്കുൽ മൗത്ത് വന്നാലും അപ്പൊക്കെ ഈ മുസ്ലിം ആവണം. ദാറ്റ്സ് ഓൾ. എപ്പം മലക്കുൽ മൗത്ത് വന്നു അപ്പോഴൊക്കെയും നീ മുസ്ലിമായിട്ടാണ് മരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയണം. ഏത് നിമിഷം അതിൽ നിന്ന് തെറ്റിപ്പോകുമ്പോഴൊക്കെ അള്ളാഹിനെ ഓർമ്മ വരിക, പശ്ചാത്തപിക്കുക. എപ്പോ തെറ്റിപ്പോന്നോ അപ്പൊക്കെ. അതുകൊണ്ടാണല്ലോ അള്ളാഹു പറഞ്ഞത് വല്ലദീന ഇദാ ഫഅലു ഫായിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. ഉണ്ടോ? ഒരു തെറ്റ് ചെയ്തു, സ്വന്തത്തോട് പാടില്ലാത്ത ചെയ്തു, ഉടനെ തന്നെ അള്ളാഹിനെ ഓർമ്മ വന്നു. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ഖുർആനിലെ സൂറത്തു ആൽ ഇംറാൻ 3-ാം അധ്യായം 135-ാമത്തെ വചനം. ഓരോ സ്ത്രീയും ഓരോ പുരുഷനും തെറ്റ് ചെയ്തു പോയി, വമ്പിച്ച തെറ്റ്. ഭർത്താവ് വിളിക്കണം, ഫോണ് വിളിക്കുമ്പോ എടുത്തത് മകളാ, ബാപ്പാന്റെ മോള്. ആർക്കാ വിളിച്ചത്? ഭാര്യനെ വിളിച്ചതാ, ഉമ്മാനെ വിളിച്ചതാ. ഇപ്പൊ ചെറിയ പെൺകുട്ടിയെ ഫോൺ എടുത്ത്, സംസാര വൈഭവമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന പെൺകുട്ടി ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് ബാപ്പ ചോദിച്ചു, ഉമ്മച്ചി എവിടെ? ഒന്നുമില്ല, ഉമ്മച്ചി ഉണ്ട് ബഷീർ ഖാന്റെ കൂടെ കിടക്കണേ. മോള് പറയാണ്, ഉമ്മച്ചി എവിടെ കിടക്കണേ? ബഷീർ ഖാന്റെ കൂടെ കിടക്കണേ. ബാപ്പ ചോദിച്ചു, ഏത് ബഷീർ? ഓട്ടോറിക്ഷ ഡ്രൈവർ, അയൽവാസി. എവിടെ കിടക്കണത്? ഇത് കേരളത്തിൽ നടന്നതാ, നമ്മുടെ ജില്ലയിൽ നടന്നതാ. മരുഭൂമിയിലെ അറബിയുടെ ആട്ടും തുപ്പും കേട്ട് വേർത്ത് കുളിച്ച് 48 ഡിഗ്രിയിൽ ചൂടിൽ ബോധരഹിതനായി വീണ നിന്റെ ഭർത്താവിനെ നീ ചതിച്ചു. അള്ളാനെ പഠിക്കാൻ കഴിഞ്ഞില്ല. കണ്ടോന്റെ കൂടെ ഓട്ടോറിക്ഷയിൽ നിരങ്ങിയപ്പോഴും ടാക്സിയിൽ പോയപ്പോഴും അയൽവാസിയുമായി ബെഡ് പങ്കുവെച്ചപ്പോഴും ഈ അള്ളാനെ നീ മറന്നു എന്നാ അള്ള പറയും. മനസ്സിലായോ? ക്ഷമിക്കണം. എവിടെ സദാചാര മൂല്യത്തിന്റെ കാവൽപ്പടന്മാർ? എവിടെ ധാർമ്മിക വിപ്ലവത്തിന്റെ പടകാഹളം മുഴക്കിയ സ്വഹാബത്തിന്റെ അനന്തരാവകാശികൾ? എവിടെ? ആയിഷ ബീവിയെയും ഖദീജത്തുൽ ഖുബ്രയെയും ആസിയ ബീവിയെയും സുമയ്യയെയും മറിയം ബീവിയെയും ഉമ്മു കുൽസൂമിനെയും അതുപോലെ ഫാത്തിമയെയും സൃഷ്ടിച്ച ഇസ്ലാമിന്റെ വിപ്ലവ മൂല്യം അത് നെഞ്ചിലേറ്റിയ ഫാത്തിമമാരെവിടെ? ആയിഷമാരെവിടെ? എവിടെ ഇസ്ലാമിന്റെ ധ്വജവാഹകരായ സഖാക്കൾ? എവിടെ? ചുണ്ടിൽ വീടി വലിച്ച് ശരീരത്തിന്റെ അന്തരാത്മാവുകളിൽ മയക്കുമരുന്നിന്റെ വികാരങ്ങൾ നിറഞ്ഞ് ഇടത് കൈകളിൽ വീടിക്കുട്ടിയും വലത് കൈയിൽ കള്ളിന്റെ കുപ്പിയും പിടിച്ച് ആർക്കോ വേണ്ടി ജീവിച്ചു തൊലഞ്ഞുപോയ, നേരെ നിൽക്കാനാവാത്ത, വെറുങ്ങലിച്ചു വറച്ചുപോയ യൗവനമല്ലാതെ എവിടെ ആർജവമുള്ള മുസ്ലിമിന്റെ ജീവിതം? എവിടെ? അത്തരമൊരു ജീവിതത്തെ കുറിച്ച് നല്ല നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ സിറ്റി സമ്മേളനത്തിൽ, യൂണിറ്റിന്റെ സമ്മേളനത്തിൽ, ഒരു യൂണിറ്റിന്റെ സമ്മേളനം ലോകം മുഴുവനും കാണും. അത്ഭുതമല്ലേ അല്ല ചെയ്ത സംവിധാനം? അല്ലേ? ഇതേ സ്വരം, ഇതേ ശബ്ദം അമേരിക്കയിലിരുന്ന്, ചൈനയിലിരുന്ന്, ഇന്തോനേഷ്യയിലിരുന്ന്, മലേഷ്യയിലിരുന്ന്, സൗദിയിൽ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ, ദൗലത്തുൽ ഖത്തറിയ, ദൗലത്തുൽ കുവൈറ്റ്, മംലക്കത്തുൽ ബഹ്റൈൻ, മംലക്കത്തുൽ സൗദിയ, എല്ലാ അഷ്ടദിക്കുകളിലും ഇത് കേൾക്കുന്ന മനുഷ്യരോട്
വിശുദ്ധ ജീവിതത്തിന്റെ മേച്ചിൽപുറങ്ങൾ തേടി സഹാബത്ത് തിരിച്ച ചൈത്രയാത്രയുടെ അനന്തരാവകാശികൾ, ഇസ്ലാമിക ഇന്നലകളുടെ സംസ്കൃതിയുടെ അനന്തരാവകാശികൾ ഇവിടെ. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹ